ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്. കറണ്ട് അഫയേഴ്സ് ആണ്. ശ്രദ്ധിച്ചാൽ ഒരു മാർക്കാണ്. ഹറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2025 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തി മുകേഷ് അംബാനിയാണ്. 2ാം സ്ഥാനം ഗൗതം അദാനി, 3ാം സ്ഥാനം റോഷ്നി നാടാർ. ഹറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2025 പ്രകാരം ഏറ്റവും ധനികനായ സിനിമാക്കാരൻ ഷാരൂഖ് ഖാനാണ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച പത്മഭൂഷൺ ജേതാവായ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ആരാണെന്ന് ചോദിച്ചാൽ TJS ജോർജാണ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച പത്മഭൂഷൺ ജേതാവായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ TJS ജോർജ്. 2025 ജപ്പാൻ ഓപ്പൺ മെൻസ് ടെന്നീസ് കിരീട ജേതാവ് കാർലോസ് അൽക്കാരസ് ആണ്. 2025 ജപ്പാൻ ഓപ്പൺ മെൻസ് ടെന്നീസ് കിരീട ജേതാവ് കാർലോസ് അൽക്കാരസ്. പേര് ഓർത്തിരിക്കുക, കാർലോസ് അൽക്കാരസ്. 2025 ജപ്പാൻ ഓപ്പൺ മെൻസ് ടെന്നീസ് കിരീട ജേതാവ്. ആംഗ്ലിക്കൻ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ആർച്ച് ബിഷപ്പ് ആരാണെന്ന് ചോദിച്ചാൽ സാറാ മുല്ലല്ലിയാണ്. ആംഗ്ലിക്കൻ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ആർച്ച് ബിഷപ്പ് സാറാ മുള്ളല്ലി. പേരോർത്തിരിക്കുക. ആംഗ്ലിക്കൻ സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ വനിതാ ആർച്ച് ബിഷപ്പാണ് സാറാ മുള്ളല്ലി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ഹൂജിയാങ് കനിയോൺ ബ്രിഡ്ജ് നിലവിൽ വന്നത് ഗീഷുവിലാണ്. ഗീഷു ചൈനയിലാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ഹൂജിയാങ് കനിയോൺ ബ്രിഡ്ജ് നിലവിൽ വന്നിരിക്കുന്നത് ഗീഷുവിലാണ്. ഗീഷു എവിടെയെന്ന് ചോദിച്ചാൽ ചൈനയിലാണ് ഗീഷു. 2025 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ശക്തി എന്നാണ് ചുഴലിക്കാറ്റിൻ്റെ പേര്. ശക്തി എന്ന പേര് നിർദ്ദേശിച്ചത് ശ്രീലങ്കയാണ്. ഇപ്പോൾ 2025 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ശക്തി. ശക്തി എന്ന പേര് നിർദ്ദേശിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ശ്രീലങ്കയാണ് പേര് നിർദ്ദേശിച്ചത്. 2025 ലോക ബഹിരാകാശ വാരത്തിൻ്റെ പ്രമേയം ലിവിങ് ഇൻ സ്പേസ് എന്നാണ്. 2025 ലോക ബഹിരാകാശ വാരം ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. പ്രമേയം ലിവിങ് ഇൻ സ്പേസ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ സർവീസ് 2024 മാർച്ചിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ സർവീസ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ട് അധ്യാപകനായ ഐറിസ് ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ കേരളത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ട് അധ്യാപകനായ ഐറിസ് നിലവിൽ വന്നത് കേരളത്തിലാണ്. അപ്പോൾ പേരെടുത്തിരിക്കുക ഐറിസ് എന്നാണ്. അന്ധവിശ്വാസം പുരോഗതിയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ഇത് പറഞ്ഞത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായ രാജാറാം മോഹൻ റോയാണ്. അദ്ദേഹം വിട പറഞ്ഞിട്ട് ഇപ്പോൾ 192 വർഷമായി. അന്ധവിശ്വാസം പുരോഗതിയുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് പറഞ്ഞത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായ രാജാറാം മോഹൻ റോയാണ്. ഇപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്